നമസ്കാരം. ശശികലയെ പോലൊരു വിഷവിത്ത് എനിക്ക് തോന്നുന്നു വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശശികല സത്യത്തിൽ ഒരു ടീച്ചറാണ് എന്ന് പറയാൻ പോലും നമുക്ക് അറപ്പ് തോന്നും. കാരണം അവരെ ടീച്ചർ എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. അവരുടെ പേജിൽ നിന്ന് ആ ടീച്ചർ എന്നുള്ള ഭാഗം ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം അവരെയൊക്കെ ആരെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഭാവിയിൽ വല്ല വർഗീയവാദിയൊക്കെ ആയി മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസമാണ് അംഗനവാടിയിലെ മെനു പരിഷ്കരിച്ചത്. അതായത് അവിടെ ഇനി അംഗനവാടിയിൽ ബിരിയാണിയും അതുപോലെ തന്നെ പുലാവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മെനു ഒന്ന് ക്രമീകരിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്, മാതൃകാപരമാണ്. ആ വിഷയത്തിൽ ശശികല നടത്തിയ ഒരു പ്രതികരണം ഞാനൊന്ന് വായിക്കാം കേട്ടോ. ബിർനാണിയുടെ കാര്യം തീരുമാനമായി. നാളെ ഏതെങ്കിലും ഹൈസ്കൂൾ ബിരുദൻ ദിവസത്തിൽ ഇത്തിരി കഞ്ചാവ് രാസൻ സ്കൂളിൽ നിന്ന് തന്നാൽ എന്താന്ന് ചോദിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ശശികല ഇട്ടിട്ടുള്ളത്. ശശികലയുടെ ഈ ഒരു പ്രതികരണത്തിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ആ പുള്ളിക്കാരത്തി, ആ അമ്മച്ചി നന്നാവുമെന്ന് ആരും വിചാരിക്കണ്ട. ഇന്നലെ രാജ്ഭവനിൽ നടന്ന സംഭവത്തെക്കുറിച്ചും വിഷം തുപ്പിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ആദ്യം വായിക്കാം. ഭാരതാംബയും പുഷ്പാർച്ചനയും വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടതോടെയാണ് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാചരണം ഗവർണറെ ഒഴിവാക്കി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയതെന്നാണ് പറയുന്നത്. അല്ലെങ്കിലും ഈ പറയുന്നത് പോലെ ഈ RSSന്റെ കാവി കൊടികൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കാനായിട്ട് VD സതീശന്മാരല്ലല്ലോ ഈ പറയുന്ന സഖാക്കൾ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഷൂ നക്കി ശീലമില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കും. അപ്പൊ അതിന്റെ മേളിൽ എഴുതിയേക്കാണ്, ഇത് കേരളമാണ്, ഭാരതത്തിന്റെ ഭാഗമല്ലെന്ന് മറന്നുപോയോന്നൊരു സംശയം. മാത്രമല്ല ഇവിടെ പെണ്ണിനെ ആരാധിക്കാൻ പാടില്ല, അവൾ ചാക്കിലിരിക്കേണ്ടവളാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ നാട് ഭരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പുഷ്പവൃഷ്ടി പതിവില്ല, വേണമെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കാം. എത്ര മെനകെട്ട വൃത്തികെട്ട പ്രതികരണമാണ് ആ സ്ത്രീ രേഖപ്പെടുത്തുന്നത്. അതിൽ പോലും ഒരു വർഗീയത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ മിനിമം അത് ഈ സ്ത്രീക്ക് മാത്രമേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനടിയിൽ വന്നിരിക്കുന്ന കമന്റുകളോട് ഞാനൊന്ന് വായിക്കും കേട്ടോ, അതൊന്ന് കാണേണ്ടതാണ്. കേരളത്തിന്റെ കാര്യത്തെ തീരുമാനിക്കാൻ ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളുണ്ട്, പരട്ട തള്ളേ. ഓട് പൊക്കി ജയിച്ച ചാണകങ്ങൾ തൽക്കാലം അഭിപ്രായം പറയാൻ നിൽക്കണ്ട എന്ന് വേറൊരാൾ പറയണേ. എന്താ, കയ്യിൽ RSS പതാക പിടിച്ചു നിൽക്കുന്നവരെ എന്ത് പേര് വേണേലും നിങ്ങൾക്ക് വിളിക്കാം, അതിന് ഭരണഘടന നിങ്ങൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ അതിനെ എല്ലാവരും പൂജിക്കണമെന്ന് വാശി പിടിക്കാൻ ഇന്ത്യ നിങ്ങളുടെ തന്തയുടെ വകയല്ല സംഘികളെ എന്ന് വേറൊരാൾ പറയുന്നു. വേറൊരാൾ ഇടുകയാണ്, കാവി ഗവർണറെ, കാവി കോണകവും തൂക്കി നിൽക്കുന്ന ചിത്രങ്ങൾക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്താനും തിരിതെളിയിക്കാനും ആരാധിക്കാനും ഇത് കാവി ഭീകരത ഭരണം നടത്തുന്ന ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനമല്ല, കേരളമാണ്. ഇവിടുത്തെ ഭരണാധികാരികൾ ആരും അണ്ടിമുക്ക് ശാഖയിൽ നിന്നല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിയത്. മനുസ്മൃതി കത്തിച്ച അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധികളാണ് ഈ നാട് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RSSകാർ ഉപയോഗിക്കുന്ന കാവിക്കോണകം പൊക്കിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ സർക്കാർ പരിപാടിയിൽ പൂജിക്കുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് ഉറച്ച ബോധ്യമുള്ള നേതാക്കളാണവർ. കേരള സർക്കാരിന്റെ പരിപാടിക്ക് കാവി നിറം കൊടുക്കാനുള്ള RSS പദ്ധതി പോക്കറ്റിൽ തിരിക്കുന്നതാണ് ഗവർണർക്ക് നല്ലത്. കാവി ഗവർണറുടെ RSS അജണ്ട തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ച കൃഷിമന്ത്രി സഖാവ് P പ്രസാദിന് അഭിവാദ്യങ്ങൾ എന്ന് വേറൊരാൾ പറയുന്നു. പരിസ്ഥിതി ദിനത്തിൽ പോലും അമ്മച്ചിക്ക് കഞ്ചാവിനോടാണ് സ്നേഹം. ഭാരതാംബ, ശ്രീലങ്കാംബ, നേപ്പാളാംബ, ബർമാംബ, പാകിസ്ഥാംബ, ഇങ്ങനെ കുറെ ഇമ്പകളും ഉണ്ടല്ലോ, കൊള്ളാമല്ലോ കളി. വേറൊരാൾ പറയുന്നു, നിങ്ങൾ ഈ ചെയ്യുന്നത് പോലെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ മറ്റു മതസ്ഥർ ഇതേപോലെ ചെയ്താൽ എന്താകും നിങ്ങളുടെ പ്രതികരണം? വേറൊരാൾ പറയുന്നു, പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ മാത്രം നടത്തുന്ന പുഷ്പാർച്ചന പാർട്ടികളുടെ കൊടിമരത്തിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നു. വേറൊരാൾ പറയുന്നു, ശബരിമലയിൽ പെണ്ണ് കയറാൻ പാടില്ലെന്ന് പറഞ്ഞ അതേ ശശികല തന്നെ ആണോ ഇത് ഉളുപ്പുണ്ടോടി നിനക്ക് എന്ന് വേറെ ആൾ ചോദിക്കുന്നു. ഏതോ ഒരു സ്ത്രീയുടെ പടം ഏതോ കലാകാരൻ വരച്ചത് ഭാരതാംബ ഇങ്ങനെയാണെന്ന്. അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരതാംബയുടെ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഭാരതാംബയുടെ ചിത്രം എന്നുള്ളത്. മറ്റേത് RSSന്റെ ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും നമ്മുടെ നാട് ഒരു മതേതര ഇന്ത്യയാണെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. എന്നാൽ അങ്ങനെയല്ല എന്ന് വരുത്താനും ഇവിടെ കാവ്യവൽക്കരണം നടത്താനും ഒക്കെ നടത്തുന്ന ഇത്തരം വിഷവിത്തുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത് വലിയൊരു വാർത്തയാക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പിടിച്ച് ഇന്ന് ഇങ്ങനെ കിടന്ന് ഇവരൊക്കെ തൂങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ അതിന്റെ ഉള്ളിലെ അപകടം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഇത്രയധികം ആളുകൾ ഈ സ്ത്രീക്കെതിരെ, ഈ സ്ത്രീയുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ, ഈ സ്ത്രീയുടെ വർഗീയതക്കെതിരെ രംഗത്തേക്ക് വരുമ്പോഴും ഇവരിങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇവരുടെ അജണ്ട എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തില് ഇവർ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിക്കൊണ്ട് ഇവിടെ ഞാനൊരു തികഞ്ഞ വർഗീയവാദിയാണെന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. കടുത്ത മുസ്ലിം വിരുദ്ധത തുപ്പുന്ന ഈ ശശികല ഒരു വലിയൊരു വിഷകലയാണ് എന്ന് പറയാതെ വയ്യ. ഇവരെയൊക്കെ ആഘോഷമാക്കുന്ന, ഇവരെയൊക്കെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന ആളുകളെയൊക്കെ സത്യത്തിൽ നോക്കി വെക്കുന്നത് നല്ലതാണ്. വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഉള്ളിൽ എത്രയധികം വിഷമുണ്ടായിട്ടാകാം ഈ തള്ളയനൊക്കെ ചുമക്കുന്നതെന്ന് പറയാതെ വയ്യ. നോക്കൂ, ഈ ശശികല ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും അല്ലെങ്കിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം, ഇതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്?
അതായത് ഇതിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നത് മുഴുവൻ വർഗീയത മാത്രമാണ് ഇവര് വെച്ച് പുലർത്തുന്നത്. അതിനപ്പുറത്തേക്ക് വേറൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. തീവ്ര ഹിന്ദുത്വവാദി എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ട് ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പറ അവകാശം ഈ പറയുന്ന ശശികലനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് തോന്നിപ്പോകും. സത്യത്തിൽ ഹിന്ദുക്കൾക്ക് പോലും ഒരു നാണക്കേടാണ് ഈ ഒരു സ്ത്രീ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ശശികല എന്ന് പറയുന്ന ഈ മൂപ്പത്തി ഇതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി രംഗത്തേക്ക് വന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അടിച്ച് മാറത്തേക്ക് കയറ്റിയതാണ്. എനിക്ക് തോന്നുന്നു ഈ രാജബംബാല വിഷം കടം മേടിക്കുന്നത് ഈ അമ്മച്ചിയുടെ കയ്യിൽ നിന്നാണോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. എന്തായാലും ഇത്തരം വർഗീയ പ്രചാരണം നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയത പറയുന്ന ആളുകൾക്കെതിരെയൊക്കെ ശക്തമായ വകുപ്പുകളിട്ട് സ്ഥിരമായിട്ട് അകത്ത് തള്ളുകയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഇവർക്കെതിരെയൊക്കെ സത്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊതുജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പിന്റെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. അതായത് നമ്മുടെ നാടിന് ഒരു ശാപമാണ് എന്ന് പറയാതെ വയ്യ. ഹിന്ദുവും മുസൽമാനും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയും ഒക്കെ ഒരേ മനസ്സോടെ കഴിയുന്ന ഒരു മതേതര നാട്ടിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവര് വിളിച്ചു പറയുന്നത്. ഇവർക്ക് കേരളം പറ്റില്ലെങ്കിൽ കടക്ക് പുറത്ത് എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത്. വല്ല യുപിയിലേക്കോ വല്ല ഗുജറാത്തിലേക്കോ പോ എന്ന് പറയുകയാണ്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിക്കൊണ്ട് എന്താണ് നടപ്പിലാക്കാൻ ശ്രമം നടത്തുന്നത്? ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കുകയാണ്. അതിന്റെ പേരിൽ ഇവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ് ഇവരുടെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ എന്തായാലും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവര് ഈ സ്ത്രീക്കെതിരെ ഒന്നും വലിയ കാര്യമായിട്ട് രംഗത്തേക്ക് വരാനുള്ള സാധ്യതയില്ല. എന്താണ് ഇവർ കോൺഗ്രസിനെതിരെ ഒന്നും സംസാരിക്കില്ല. ഇവർ സംസാരിക്കുന്നത് മുഴുവൻ ഇടതുപക്ഷത്തിനെതിരെയാണ്. കാരണം ഏറ്റവും കൂടുതൽ സംഘപരിവാരങ്ങൾ എതിർക്കുന്നത് ആരെയാണ്? അത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിലേക്ക് മാത്രമാണ് ഇവർ സംസാരിക്കുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ ഇവരുടെ പല കമന്റുകൾക്കടിയിലും വരുന്ന പ്രതികരണങ്ങൾ എടുത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? എന്റെ പൊന്നു സ്ത്രീ, നിങ്ങൾ ഒരു സ്കൂളിലൊന്നും പഠിപ്പിക്കാൻ പോകല്ലേ കേട്ടോ എന്നാണ് പറയുന്നത്. ഇവർ ഈ കമന്റൊക്കെ വായിക്കുന്നുണ്ടോ ദൈവത്തിന് അറിയാം. വായിച്ചാലും ഒരുപക്ഷെ നന്നാകാൻ ഒരു സാധ്യതയൊന്നുമില്ല. നന്നാകാനായിരുന്നെങ്കിൽ ഇതിന് മുമ്പ് ആകുമായിരുന്നു എന്നേ പറയാനുള്ളൂ. ഈ ശശികലയെ പോലുള്ള നിരവധി ആളുകളെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ കേരളത്തിന് പുറത്താണ് കേട്ടോ. ഈ സംഘപരിവാരങ്ങൾക്കിടയിൽ എന്തിലും ഏതിലുമൊക്കെ മതം കാണുന്ന, അതുപോലെ തന്നെ ജാതി കാണുന്ന ഇത്തരം വിഷവിത്തുകൾ ഏറ്റവും കൂടുതലുള്ള എനിക്ക് പുറത്താണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് തോന്നുന്നു കൂടുതൽ ഈ പറയുന്ന ശശികലയ്ക്ക് പറ്റിയ നാട് ഇതിന് പുറത്താണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി, ഇവിടുത്തെ ഒരു വിഭാഗത്തെ വലിയ രീതിയിൽ അവരെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ വേണ്ടി, അവരെ ഒരു ശത്രുപക്ഷത്ത് നിർത്താൻ വേണ്ടി സുദീപ് തോസൻ എന്ന് പറയുന്ന ഒരു സംഘപരിവാരം സിനിമ ഡയറക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ, ആ സിനിമയെ ഇവിടുത്തെ കേരളം ഒറ്റക്കെട്ടായിട്ട് ചെറുക്കുമ്പോൾ, നമ്മുടെ വിഷകലയൊക്കെ ആ സിനിമയെ വലിയ രീതിയിൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, അതിവിടെ കാണണം, അതിവിടെ എന്തായാലും പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇവരുടെ വാശിപ്രകാരം ചില സംഘപരിവാർ തിയേറ്ററുകളിൽ സിനിമയൊക്കെ പ്രദർശിപ്പിച്ചു. എന്നിട്ട് എന്താണ് അവസാനം ഉണ്ടായത്? ശശികലമാരുടെ പത്തി അവസാനം താഴ്ത്തേണ്ട അവസ്ഥ വന്നു. ഒരാൾ പോലും പടം കാണാൻ കയറിയില്ല. പടം ഇവിടെ 8 നിലയിൽ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നു. ഗോത്ര കലാപവും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നു. അതൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ വിഷം തുപ്പുകയാണ്. ആർക്കെതിരെയാണ്? പൃഥ്വിരാജിനെതിരെയാണ്. ഒരു വസ്തുത, ഒരു സത്യം അത് തുറന്നു പറയുമ്പോൾ എന്തിനാണ് സ്വാഭാവികമായിട്ട് ഇത്ര അസഹിഷ്ണുത കൊണ്ടിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? ഗോത്ര കലാപത്തെ പറ്റി പറയുക, ഗുജറാത്ത് കലാപത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും അല്ല അവർ പറയുന്നത്. വംശഹത്യയെ പറ്റി അല്ല അവർ പറയുന്നത്. അവരെന്താണ് പറയുന്നത്? അത് തുറന്നു കാട്ടിയ ഈ പറയുന്ന പൃഥ്വിരാജിനെതിരെ രംഗത്തേക്ക് വരികയാണ്. അയാളെ ഈ പറയുന്നത് പോലെ ഒരു തീവ്രവാദിയായിട്ട് ചാപ്പ കുത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അപ്പൊ വസ്തുതകൾ തുറന്നു പറയുന്ന ആളുകളെ, അതിപ്പോ ഹിന്ദുക്കളാണെങ്കിൽ പോലും വസ്തുതകൾ തുറന്നു പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവനെ രാജ്യദ്രോഹിയാക്കും, അല്ലെങ്കിൽ അവനെ വേറെ രീതിയിൽ ചാപ്പ് കുത്തും, അല്ലെങ്കിൽ അവനെ സഖാവാക്കും എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ ശശികലയെ സംബന്ധിച്ചുകൊണ്ട് ശശികല ഈ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി ഒരു കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു പാമ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവര് പറയുന്ന പല കാര്യങ്ങളും പൊതുവെ കേൾക്കുന്ന തലയിൽ വെളിവുള്ള ജനങ്ങൾ അത് കർപ്പിച്ച് തുപ്പിക്കൊണ്ട് അവർക്കെതിരെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഇവരെ ആഘോഷമാക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ വിഭാഗത്തെയാണ് നമ്മൾ പേടിക്കേണ്ടത്, നമ്മൾ ഭയപ്പെടേണ്ടത്. ഇത്തരം വർഗീയ വിഷവിത്തുക്കളെ നമ്മൾ ഇങ്ങനെ നീക്കി നിർത്തേണ്ടതുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് സംഘപരിവാരങ്ങൾക്കും സംഘികൾക്കും സംഘിനികൾക്കും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരു സ്പേസ് കൊടുക്കുന്നില്ല ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് ചോദിച്ചാൽ, മതനിരപേക്ഷത കൊണ്ട് വർഗീയത എടുത്താണ് നമുക്കൊക്കെ ശീലം. അതുകൊണ്ട് നമുക്കറിയാം ഇവരെയൊക്കെ എവിടെ നിർത്തണം, ഇവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. എന്തായാലും ഈ പൊതുവെ നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ടല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരുപാടുള്ളൊരു നാടാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകൾ അവരിങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കും. ചീറ്റുന്നവർ ചീറ്റട്ടെ, അവരെ നമ്മൾ ഇങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും. കാരണം
പ്രതിരോധിക്കാൻ ആരെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.